ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പുതിയ വീഡിയോ ഇട്ടിട്ട് പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. 2 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു തക്കാളി തീയൽ. അപ്പോൾ ഞാനൊരു 3 പച്ച തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം വലിപ്പം 2 നല്ല വലിപ്പമുണ്ട്, 1 മീഡിയമാണ്. ഈ പച്ച തക്കാളി വെച്ച് തീയുന്ന ചീയലുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കത് മുറിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പച്ച തക്കാളി ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചയാണ് ഭയങ്കര ടേസ്റ്റ് ഇത് ചെയ്യാൻ. പഴുത്തതുകൊണ്ട് ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇടാൻ പോണത് കുറച്ച് കറിവേപ്പില, ലേശം ഉപ്പ്, ഇത് പിന്നെ ലേശം മഞ്ഞൾ, ലേശം മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. ഇത് തേങ്ങ അരച്ച്, തേങ്ങ, മല്ലി, മുളക്, ഒരു 4-5 ഉള്ളി, അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് കഷ്ണം തിളച്ച് വരുമ്പോഴേക്കും 1 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ളതാണ്, പിന്നെ നോക്കി ആഡ് ചെയ്യുക. എന്താ കാരണം വെച്ചാൽ ഞാനതിൽ 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 5-6 ഒരു 7 ഉള്ളി വലിപ്പം അനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ വലിയ ഉള്ളിയൊക്കെ വലുതായിട്ടാണല്ലോ കിട്ടുന്നത്, അപ്പോൾ അനുസരിച്ച് 6-7 വയ്ക്കുക. ഒരു 1/2 മുറി തേങ്ങ, ഇതെല്ലാം കൂടി നന്നായി അരയ്ക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. ഇപ്പോൾ നോക്കിക്കോളൂ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയാൻ വെക്കുന്നില്ല ഞാൻ, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അരച്ച മസാല ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ മിക്സി ഒന്ന് ആക്കിയിട്ട് അരച്ച മസാലയും കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മളിനി പുളി ഒഴിക്കേണ്ടത്, അല്ലാണ്ട് ആദ്യമേ പുളി ഒഴിക്കില്ല. ഇത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ പുളി നോക്കിയിട്ട് ഇതിൽ വേണ്ടവർക്ക് മാത്രം പുളി ആഡ് ചെയ്താൽ മതി. എന്താ കാരണം അറിയോ, പച്ചത്തക്കാളി എന്ന് പറയുമ്പോൾ നല്ല പുളിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ പുളിയുടെ അംശം പോരാ എന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് പുളി ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് തിളയ്ക്കണം. ഇതിപ്പോൾ ഈ മസാല ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ എൻ്റെ ഈ മസാല നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോളൂ. ആ സമയത്ത് ഞാൻ കുറച്ച് പുളി കേട്ടോ, വളരെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട്, അത് ഏകദേശം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ, വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഇട്ടിരിക്കണത്. അപ്പം ഞാൻ ഈ പുളി ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടി കിടന്നിട്ടൊന്ന് നന്നായി തിളച്ചാൽ ഇനി ലാസ്റ്റ് എന്താണ് ആഡ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ കറി നന്നായി തിളച്ചു, പുളി ഒഴിച്ചിട്ട് ഇനി ഞാനിതിലേക്ക് ഒന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല. ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്, ഇപ്പം ഞാനിത് എന്താ ചെയ്യാൻ പോകുന്നത്, ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ തിള 1 മിനിറ്റ് ഒന്ന് ചെറുതായി വരുമ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഇനി കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ തിളയൊന്ന് നിന്ന സമയത്ത് ഉടനെ ചൂടോട് കൂടിയിട്ട് ഞാൻ കുറച്ച് ഉലുവപ്പൊടി, ഈ ഉലുവ പൊടിച്ച് വെക്കില്ലേ നമ്മൾ, കുറച്ച് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ നല്ല മണം ഉണ്ടാവും. ഒരു 2 പിഞ്ച് ഓഫ് മുളക് പൊടി, ഉലുവപ്പൊടി, ഉലുവയുടെ പൊടി. എന്നിട്ട് എന്താണ്, നിറയെ കുറച്ച് കറിവേപ്പില കേട്ടോ, ഇത് ആഡ് ചെയ്യുക. ഫൈനലി ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതാണ് ഇതിന് നന്നായിട്ട് മണം കൊടുക്കുന്നത്. ഇതെല്ലാം ആഡ് ചെയ്ത് ഇളക്കി വെച്ചിട്ട് ഈ തന്നെ അടച്ച് വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്, കാണിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ, പച്ച തക്കാളി കൊണ്ട് വയ്ക്കുന്ന എല്ലാ തീയലും മാതിരി തന്നെ. പക്ഷേ ഈ വീഡിയോ ഞാൻ മുമ്പ് ഒരിക്കൽ ഇട്ടിട്ടുണ്ട്, വളരെ മുമ്പ്, 2 കൊല്ലോ ഒരു മുമ്പ്. അപ്പോഴും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കമൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും കൂടി കാണാത്തവർക്ക് വേണ്ടി ഇടുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ആസ് യൂഷ്വൽ ഞാൻ പറയണ മാതിരി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻസ് തരിക.
ഒരു ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി. ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.